ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പീച്ച് ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു ഭവിഷ്യവാണി നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ പേടിക്കുന്നു, ദൈവമേ ഞാൻ എടുത്ത ആക്ഷനിൽ മുന്നോട്ട് എനിക്ക് സക്സസ് ലഭിക്കുമോ? ദൈവത്തിൻ്റെ പേര് പറഞ്ഞാണ് ഞാൻ എടുത്തത്, അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് സക്സസ് ലഭിക്കുമായി. പക്ഷേ ഒരു ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ട്. ഇവിടെ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു, എനിക്ക് ഒരു നഷ്ടം സംഭവിക്കുമെന്ന്, അങ്ങനെ തോന്നൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു എനിക്ക് പോകെ പോകെ നഷ്ടമായിരിക്കും സംഭവിക്കുന്നത്, സക്സസ് ഉണ്ടാവത്തില്ല എന്ന്. ഈ ഒരു നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഉള്ള വഴി നിങ്ങൾക്ക് ലഭിക്കുന്നില്ല. ചില ആൾക്കാർക്ക് നഷ്ടം സംഭവിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ, ചില ആൾക്കാർക്ക് നേരെ നഷ്ടം കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു നഷ്ടത്തിൽ നിന്ന് പുറത്തു വരാൻ എനിക്ക് സാധിക്കുമോ, നഷ്ടം ഉണ്ടാവാതെ നോക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുമോ എന്നൊക്കെയുള്ള പേടി. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് എങ്കിൽ ഇതൊരു ഭവിഷ്യവാണിയാണ്. ഈ ഒരു ടൈംസിൽ നിങ്ങൾക്ക് ഈശ്വരൻ്റെ ആ ഒരു കൃപ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങൾക്ക് ഈശ്വരൻ്റെ ആ ഒരു കൃപ ലഭിക്കുന്നതിലൂടെ ഇങ്ങനെയുള്ള പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നും പറ്റാതെ പുറത്തു വരാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു കാര്യവും നേരെയാവത്തില്ല എന്നാണ് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ എല്ലാം നേരെയാകുന്നതായിട്ടുള്ള ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് മിറാക്കിൾ എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ പ്രതീക്ഷ എല്ലാം അവസാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ഇടപെടൽ അവിടെ വന്നിട്ട് ഒരു മിറാക്കിൾ സംഭവിക്കുന്ന, അതിനെയാണ് ആ ഒരു മിറാക്കിൾ എന്ന് പറയുന്നത്. ഇവിടെ ഇത് സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ കൺട്രോളിലല്ല ഒരു സ്ഥിതിയും, എല്ലാം നിങ്ങളുടെ കൺട്രോളിന് പുറത്താണ് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എങ്കിൽ ഇനി എല്ലാ സ്ഥിതിയും നിങ്ങളുടെ കൺട്രോളിനകത്ത് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു സ്ഥിതിയിൽ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്താലും, സാമവേദദണ്ഡം ഈ എന്ത് ചെയ്താലും അതിൽ കൺട്രോളിങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈശ്വരൻ്റെ ആ ഒരു ഇടപെടലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിൽ ഒരു മിറാക്കിൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ഇങ്ങനെയുള്ള സ്ഥിതിയിൽ നിങ്ങൾ യൂണിവേഴ്സിനോട് സറണ്ടർ ചെയ്യുക. എന്ത് സിറ്റുവേഷൻ ആയാലും സറണ്ടർ ചെയ്യുക. സറണ്ടർ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിലൊരു മാറ്റം യൂണിവേഴ്സ് കൊണ്ടുവരുന്നതാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഏറ്റവും വലിയൊരു ഹെൽപ്പ് വേണ്ടത് ദൈവത്തിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾ ദൈവത്തിനോടാണ് ഹെൽപ്പ് ചോദിക്കേണ്ടത്. വേറെ ആർക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഊർജ്ജം, നിങ്ങൾ സറണ്ടർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഊർജ്ജം എങ്ങനെയെന്നായിരിക്കും ഞാൻ പറയട്ടെ. അതായത് ഒരു വ്യക്തി ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും, ഏത് ചെയ്യും, ഇനി എന്തോ ചെയ്യും, മുന്നോട്ടുള്ള വഴിയിൽ നഷ്ടമാണല്ലോ എനിക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ സറണ്ടർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കരഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊരു സന്തോഷം, എവിടുന്നോ ഒരു സന്തോഷം, ദൈവം എന്തായാലും ഒരു മിറാക്കിൾ എൻ്റെ ലൈഫിൽ ചെയ്യും, അങ്ങനെ എന്തോ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതിന് ശേഷം ഭയങ്കരമായിട്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ഇതുവരെയും ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്തിട്ടില്ല, അതേപോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ എന്ന് പറഞ്ഞ് എപ്പോഴും നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ അത് കരിയർ റിലേറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിരിക്കാം. എന്തായാലും രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് സംഭവിക്കും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ രണ്ട് പ്രശ്നങ്ങൾ, അതിന് രണ്ടിനും ഒരു പ്രതിവിധി നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ലൈഫിൽ രണ്ട് കാര്യങ്ങൾ ഇങ്ങനെയാണ്. അവിടെ ദൈവത്തിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ആ കാര്യത്തിൽ ദൈവം ഇടപെട്ട് എന്തോ ഒരു മിറാക്കിൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലും പ്രശ്നം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടും കൂടെ ഒരുമിച്ചാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്. രണ്ട് പ്രശ്നത്തിലും ഒരു പരിഹാരം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു കാര്യം, നിങ്ങളുടെ പേഴ്സണൽ ലൈഫോ പ്രൊഫഷണൽ ലൈഫോ രണ്ടിലേതെങ്കിലും ഒരു കാര്യം നേരെയാകുമ്പോൾ തന്നെ മറ്റേ കാര്യവും നേരെയാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യത്തിലും ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സന്തോഷമായിട്ടിരിക്കുക. ഈ ഒരു കാര്യം ഉറപ്പായിട്ടും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ എന്തെങ്കിലും കാര്യം മോശമായിട്ട് പോയി എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് നേരെ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒട്ടും തന്നെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യവുമില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് റീകവറിയുടെ രൂപത്തിലായിരിക്കും സംഭവിക്കുന്നത്, അല്ലാതെ മോശമൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാതെ ആലോചിച്ച് വിഷമിക്കരുത്.
ഇവിടെ ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും വലിയൊരു എമൗണ്ട് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതായത് ഒരു വീട് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങിക്കാൻ എന്തോ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിന് കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ചെയ്യാനെന്നാണ് ഇവിടെ റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾ ഒരു വലിയ എമൗണ്ട് ആർക്കെങ്കിലും കൊടുക്കുകയാണ് കടമെങ്കിൽ അതിനും നിങ്ങൾ കുറച്ചൊന്ന് ചിന്തിച്ചിട്ട് വേണം ആ വ്യക്തിക്ക് കൊടുക്കാനായിട്ട്. ഇവിടെ ഡേയ്സ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു റീഡിങ് കണ്ടതിന് ശേഷമുള്ള 5 തൊട്ട് 7 ദിവസം കുറച്ചൊന്ന് നിങ്ങൾ ഈ ഒരു കാര്യം സ്റ്റക്കാക്കി വെക്കുക. അതായത് നിങ്ങളിപ്പോൾ വലിയൊരു എമൗണ്ട് ആർക്കാണോ കൊടുക്കാൻ പോകുന്നത് ആ ഒരു കാര്യം 7 ദിവസം വരെ ഒന്ന് സ്റ്റക്കാക്കി വയ്ക്കുക. അങ്ങനെ ഒരു ഗൈഡൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ഫോളോ ചെയ്യുക. കാരണം ഈ ഒരു റീഡിങ് ഓരോ വ്യക്തികളുടെ അടുത്തും ഓരോ സമയത്തായിരിക്കും ചെല്ലുന്നത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ 7 ദിവസം കണക്ക് കൂട്ടുക. ഇനി നിങ്ങൾ എവിടെയെങ്കിലും സൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെയും നിങ്ങൾ ശ്രദ്ധിച്ച് ആ പേപ്പേഴ്സ് എല്ലാം വായിച്ചതിന് ശേഷം മാത്രം, നല്ല രീതിയിൽ ബൈഹാർട്ട് ആയതിനു ശേഷം മാത്രം നിങ്ങൾ ഒപ്പിടുക. ഇനി നിങ്ങൾക്ക് ഏകാഗ്രത ഇല്ല, അങ്ങനെ ഒരു പ്രശ്നം വരുന്നെങ്കിൽ കുറച്ച് നേരം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഏകാഗ്രത വരും. ഇവിടെ മെഡിറ്റേഷൻ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ കുറച്ചൊന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ആ പേപ്പർ നിങ്ങൾ സൈൻ ചെയ്യുക. അതായത് 1, 2, 3 ദിവസം ഒന്ന് സ്റ്റക്കാക്കി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ ഇനി നിങ്ങൾ ഒരിക്കലും കരയരുത്, ടെൻഷൻ അടിക്കരുത്. നിങ്ങൾ എന്താണോ മോശം സംഭവിക്കുമെന്ന് പറയുന്നത്, വിചാരിക്കുന്നത്, അത് മോശം സംഭവിക്കാതെ ഒരു മിറാക്കിളിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ മാക്സിമം നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം ചിന്തിക്കുകയും ചെയ്യുക, നല്ലത് മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുക. ഇവിടെ ചില കാര്യങ്ങളിൽ മാറ്റം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആൾക്കാരോടുള്ള നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇങ്ങോട്ട് നിങ്ങളോടുള്ള പെരുമാറ്റം, അതിലൊരു മാറ്റം വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞുപോയ സമയങ്ങളിൽ ചില ആൾക്കാരുമായിട്ടൊരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് ഉണ്ടായതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് റിക്കവറി ഉണ്ടാകുമെന്ന് നിങ്ങളുടെ ഭാഗ്യത്തിലുണ്ട്. അപ്പോൾ എന്താണോ റിക്കവറി ഉണ്ടാകുന്നത് അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. പരിവർത്തനത്തെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ എന്ത് കാര്യം റിലേറ്റഡ് ആയിട്ടും നിങ്ങളൊരു പേടി വയ്ക്കരുത്. അയ്യോ ഇന്ന കാര്യത്തിൽ ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കുമോ, അങ്ങനെ ഒരു പേടി ഒരിക്കലും നിങ്ങൾ വയ്ക്കരുത്. ഇവിടെ ചില ആൾക്കാരുമായിട്ട് നിങ്ങൾക്കൊരു ഡിസ്റ്റൻസ് ഉണ്ടായി. അപ്പോൾ അത് കാരണം നിങ്ങൾ പേടിക്കുന്നു. ഇനി അവരുമായിട്ട് എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമെങ്കിൽ അവരെന്തെങ്കിലും മോശം നിങ്ങൾക്ക് ലൈഫിൽ ചെയ്യുമോ, അങ്ങനെയൊക്കെയുള്ള പേടി നിങ്ങൾക്കുണ്ട്. അതൊക്കെ മാറ്റുക നിങ്ങൾ. ഇവിടെ സമയം ആവശ്യപ്പെട്ടത് മുഖേനയാണ് കുറച്ച് സമയത്തേക്ക് നിങ്ങളും ആൾക്കാരുമായിട്ട് ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കുന്നത്, ചില ആൾക്കാരുമായിട്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഡിസ്റ്റൻസ് മാറി. ഇപ്പോൾ സമയം ആഗ്രഹിക്കുന്നത് ഇന്ന വ്യക്തിയുമായിട്ട് നിങ്ങൾ ഡിസ്റ്റൻസിലിരിക്കണമെന്നാണെങ്കിൽ അങ്ങനെ സംഭവിക്കും. അപ്പോൾ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഒരു രീതിയിലുമുള്ള പേടി വച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കരുത് എന്നാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വഴി നല്ല രീതിയിൽ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്തോ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു സപ്പോർട്ടർ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ കുറച്ച് നെഗറ്റിവിറ്റി നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവിടെ അഹങ്കാരം ഇല്ലാതാവുന്നതായിട്ട് നിങ്ങളുടെ, അതായത് നിങ്ങൾക്ക് വേണ്ടാത്തൊരു സ്വഭാവമാണ് അഹങ്കാരം. ആ ഒരു അഹങ്കാരം നിങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവം ആ ഒരു അഹങ്കാരത്തെ ഇല്ലാതാക്കിയതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് ആ നെഗറ്റിവിറ്റി ആയിട്ട് ഇവിടെ കാണാൻ സാധിച്ചത്. ഇവിടെ നിങ്ങൾക്ക് എന്താണോ നല്ലതല്ലാതിരുന്നത് ആ ഒരു കാര്യം ലോസായി പോവുക, അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ അഹങ്കാരം തന്നെ നിങ്ങൾക്ക് മോശമായിട്ട് വന്നിട്ടുള്ളതായി കാണാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് ദൈവം ആ ഒരു അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യം നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആക്കിയത്. പിന്നെ നിങ്ങൾക്ക് എവിടെയാണോ സംസാരിക്കേണ്ടത് അവിടെ നിങ്ങൾ സംസാരിക്കാതിരിക്കുമ്പോൾ കുറച്ചും കൂടെ നിങ്ങളുടെ ആ ഒരു വാല്യൂ കുറയും. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയാണോ ഇനി സംസാരിക്കേണ്ടത് അവിടെ നിങ്ങൾ സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി അങ്ങോട്ട് അതായത് നമ്മൾ മിണ്ടാതിരിക്കേണ്ട സ്ഥലവും സംസാരിക്കേണ്ട സ്ഥലവും ഉണ്ടല്ലോ നമ്മുടെ ലൈഫിൽ. സംസാരിക്കേണ്ടടുത്ത് നമ്മൾ സംസാരിക്കണം, അവിടെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾ സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കും. പക്ഷേ ഇനി അങ്ങോട്ട് അതിൽ നിങ്ങൾ ഒരു മാറ്റം കൊണ്ടുവരും. അപ്പോൾ എന്താണ് ലോസ് ആവുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റിയാണ് ലോസായി പോകുന്നത്.
ഇവിടെ സംഘർഷങ്ങൾ അവസാനിക്കുന്നതായിട്ട് നേരിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഒരു എൻഡിങ് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു എൻഡിങ് മോശം കാര്യങ്ങളുടെ എൻഡിങ് ആണ്, നല്ല കാര്യങ്ങളുടെ എൻഡിങ് അല്ല. ഈ ഒരു എൻഡിങ് നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പരമാത്മാവ് ചിലപ്പോൾ വേറെ വേറെ രീതിയിൽ ഒരു മെസ്സേജ് നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒരു കാര്യം തന്നെ പല പല രീതിയിൽ വീഡിയോ ത്രൂ, ഇമേജ് ത്രൂവോ, ആൾക്കാരിലൂടെയോ നിങ്ങൾക്ക് ഒരു കാര്യം തന്നെ വിവിധ രീതിയിൽ അറിയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം പരമാത്മാവ് നിങ്ങളോട് എന്തോ പറയാൻ ആഗ്രഹിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ ഒരു മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിക്കുക. വിവിധ രീതിയിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജിന് ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു സമയം എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയം നിങ്ങളെ വളരെയധികം തളർത്തുന്ന ഒരു സമയമല്ല. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ സംഘർഷങ്ങൾ അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ലൈഫിൽ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുന്നതായിട്ട്, അതായത് മുന്നോട്ടുള്ള വഴി നല്ല രീതിയിൽ തെളിഞ്ഞ് കാണാൻ സാധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കൂടാതെ നിങ്ങൾ ഏത് വഴിയിൽ കൂടെയാണോ പോകുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി ശരിയായിട്ടുള്ള വഴിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളുടെ വഴിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഉണ്ടായിരുന്നത് അതെല്ലാം മാറിപ്പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മിറാക്കിൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു വാണിയുടെ പ്രഭാവം കൊണ്ട് നിങ്ങൾക്കൊരു മിറാക്കിൾ സംഭവിക്കുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട്, നിങ്ങൾ ഓൺലൈൻ വർക്ക് ചെയ്യുന്നവരാണ്, ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലോ, നിങ്ങളുടെ ആ ഒരു വാണിയുടെ പ്രഭാവം കൊണ്ട് ഒത്തിരി ആൾക്കാർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നതായിട്ട്, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഓൾഡ് എക്സ്പീരിയൻസ് ഈ ഒരു സമയം നിങ്ങൾക്ക് വർക്കാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ മുന്നേ നിങ്ങൾ എന്തോ പഠിച്ചിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു അറിവ് ഇപ്പോഴും നിങ്ങൾക്ക് ഉണ്ട്. അതനുസരിച്ച് നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ചിലപ്പോൾ കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് എന്തോ ഒരു കഴിവുണ്ടായിരുന്നു കാണും. ഈ ജന്മത്തിൽ അതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് ഉണ്ടായതായിരിക്കാം. ഇവിടെ ഒരു വ്യക്തി വീണ്ടും വീണ്ടും തോൽവി നേരിട്ട് ശക്തരായിട്ട് പിന്നെ അവർ ഒരു സക്സസ്സിലേക്ക് പോകത്തില്ലേ, ആ ഒരു സക്സസ്സിൽ അവർക്ക് നെയിം, ഫെയിം എല്ലാം ലഭിക്കും. അങ്ങനൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഒത്തിരി പരാജയങ്ങൾ ഫേസ് ചെയ്തവരാണ്, ഇനി നിങ്ങൾക്ക് വിജയമാണ് ഉണ്ടാവാൻ പോകുന്നത്. അതായത് നിങ്ങൾക്കൊരു ലീഡിങ് ക്വാളിറ്റി ഉണ്ടാകും. അതായത് ഇത്രയും നാൾ നിങ്ങൾക്ക് ഒരു ലീഡിങ് ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇനി ഒരു ലീഡിങ് ക്വാളിറ്റി ഉണ്ടാകും. ഒത്തിരി ആൾക്കാർ നിങ്ങളെ മനസ്സിലാക്കും. നിങ്ങൾ കുറേ ആൾക്കാർ നിങ്ങളെ അറിയും. അതായത് പുറത്തൊക്കെ പോകുമ്പോൾ ഇന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കത്തില്ലേ, അതേപോലെ നിങ്ങൾക്കും ഒരു പേരും പ്രശസ്തിയും ഉണ്ടാകും. ഇനി നിങ്ങൾ ഒരു ടീമിനെ കൊണ്ടുപോകും, ഒരു വലിയൊരു ടീം നിങ്ങളുടെ ലീഡിങ്ങിൽ പോകും. കാരണം അത് നിങ്ങളുടെ ഭാഗ്യത്തിലുള്ള കാര്യമാണ്. അതായത് ഒരു വ്യക്തി വീണ്ടും വീണ്ടും പരാജയപ്പെട്ടിട്ട് പിന്നെ അവർ ഒരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ആ ഒരു എനർജിയിൽ വരുമ്പോഴാണ് അവരുടെ ആ ഒരു വിജയം അവർക്ക് ലഭിക്കുന്നത്. ഇവിടെ ഇങ്ങനെയുള്ളവർക്ക് ഒരിക്കലും അറിയത്തില്ല ഇവരുടെ ഉള്ളിൽ എന്തൊക്കെ ക്വാളിറ്റീസാണ് ഉള്ളത് എന്ന്. ഇത് സമയമാകുമ്പോൾ ദൈവം ഈ ഒരു ക്വാളിറ്റീസ് എല്ലാം പുറത്ത് കൊണ്ടുവരും. അപ്പോഴേ ഇവർക്ക് മനസ്സിലാവത്തുള്ളൂ, എനിക്ക് ഈ ഒരു ക്വാളിറ്റി ഉണ്ടല്ലേ എന്ന് മനസ്സിലാവുകയുള്ളൂ. അതാണ് ഇവരുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത്. ഇവരുടെ എനർജി ഇങ്ങനെയാണ്. ഒന്നുകിൽ ഇവർക്ക് വിജയം ലഭിക്കത്തില്ല, പക്ഷേ വിജയം ലഭിച്ചാലോ ഭയങ്കര വലിയൊരു വിജയമായിരിക്കും ഇവർക്ക് ലഭിക്കുന്നത്. അങ്ങനൊരു എനർജി. അതുപോലെ ഇവരുടെ ലൈഫിൽ സംഘർഷങ്ങളാണെങ്കിൽ എപ്പോഴും എന്നും സംഘർഷങ്ങളായിരിക്കും. പക്ഷേ സംഘർഷങ്ങൾ അവസാനിച്ചാലോ അത് എല്ലാം കൂടെ ചേർന്ന് അവസാനിക്കും പോലെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സ്വപ്നങ്ങൾ പൂർണ്ണമാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ചുറ്റിലും ഏതോ ഒരു വ്യക്തി വളരെ ലോയലായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ചുറ്റിലുമുള്ള ഏതോ ഒരു വ്യക്തി ഭയങ്കര ലോയലാണ്. അവരുടെ ആ ഒരു ഭാവം നിങ്ങൾക്ക് വേണ്ടി അത്രമാത്രം ലോയലാണ്. ഇവിടെ അവരുടെ ആ ഒരു ലോയലിറ്റി കാരണം അവരുടെ പ്രാർത്ഥനയുടെ ബലം പോലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ഡോഗിൻ്റെ ആ ഒരു എനർജി കാണാൻ സാധിക്കുന്നു. എവിടെ നോക്കിയാലും ഡോഗിൻ്റെ എനർജി കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളൂ, ആ വ്യക്തി, നിങ്ങളുടെ കൂടെയുള്ള ഏതൊരു വ്യക്തി വളരെ ലോയലാണ് എന്ന് നിങ്ങൾക്ക് വേണ്ടി. ഇവിടെ ഡോഗിനെ നിങ്ങൾ കൂടുതലായിട്ട് കാണുക, ഡോഗ് നിങ്ങൾ കൊടുക്കുന്ന ആഹാരം കഴിക്കുക, നിങ്ങളുടെ അടുത്ത് സ്നേഹത്തോടെ ഡോഗ് വരുന്നത്, ഇതെല്ലാം ഇതിൻ്റെ സൂചനയാണ് നിങ്ങളുടെ കൂടെയുള്ള ഒരു വ്യക്തി നിങ്ങൾക്ക് അത്രമാത്രം ലോയലാണ് എന്നാണ്.
ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഉള്ള അനുഭവം എന്ന് പറയുന്നത് വളരെ കയ്പേറിയ അനുഭവമായിരിക്കാം. പക്ഷേ ഇതിൻ്റെ ആ ഒരു പിറകിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഫേവറായിട്ടായിരിക്കും മാറാൻ പോകുന്നത്. നോക്കുമ്പോൾ എല്ലാം നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിരിക്കും. പക്ഷേ പിറകിൽ എല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് നടക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഫേവറായിട്ടല്ല എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇനി കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫേവറായിട്ട് മാറുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നേരെയാണല്ലോ, ഞാൻ വെറുതെ ആവശ്യമില്ലാതെ ആലോചിച്ച് ടെൻഷൻ അടിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നും. ഇവിടെ ഇതൊരു മിറർ എനർജിയാണ്. എത്രത്തോളം നിങ്ങൾക്ക് മോശമാണ് എന്ന് തോന്നുന്നു അത്രത്തോളം മോശമല്ല നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു കാര്യവും തെറ്റായിട്ട് സംഭവിക്കത്തില്ല. പോസിറ്റീവ് വേയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ മനസ്സിനെ സന്തുഷ്ടമാക്കുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. അല്ലാതെ മനസ്സിനെ ദുഃഖത്തിലാക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കത്തില്ല. ഇവിടെ സമയം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മുഖത്ത് സന്തോഷം വരണമെന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ മുഖത്ത് ആ ഒരു സന്തോഷം വരുന്നതാണ്. ഇനി നിങ്ങൾ ടെൻഷനിൽ നിന്ന് ഫ്രീ ആവുന്നതായിട്ട്, ഓവർ തിങ്കിങ്ങിൽ നിന്ന് പുറത്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു ഹെൽപ്പ് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു ഹെൽപ്പ് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ സന്തോഷത്തിന് കാരണമാകുന്നതായിട്ട്, ആ രീതിയിലുള്ള ഒരു ഹെൽപ്പ് ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് അതാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ കൂടെ ഒരു ഊർജ്ജം മാത്രമല്ല നിങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടിയുള്ളത്, കുറേ ഊർജ്ജങ്ങളുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു ദിവ്യശക്തി എപ്പോഴും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇതുവരെയും കാണാത്ത ഒരു മിറാക്കിൾ നിങ്ങൾ ലൈഫിൽ കാണും എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഭാഗ്യത്തിൻ്റെ ഇത്രയും വലിയൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയമെന്ന് പറയുന്നത് സാധാരണ സമയമല്ല. കുറച്ചൊന്ന് നിങ്ങൾ വിശ്വസിക്കൂ. കുറച്ച് നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോയി നോക്കൂ. ഉറപ്പായിട്ടും പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ വീണ്ടും നിങ്ങൾക്ക് OCDയുടെ പ്രഭാവം, ബ്രഹ്മത്തിൻ്റെ ആ ഒരു പ്രഭാവം വരുന്നുണ്ടെങ്കിൽ ശിവലിംഗത്തിൽ ധാര അർപ്പിക്കുക. ഇല്ലെങ്കിൽ രാത്രി നിങ്ങൾ പാല് കുടിക്കുന്നവരാണെങ്കിൽ അത് നിർത്തുക. ഇവിടെ ധാര നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു ബ്രഹ്മത്തിൻ്റെ ആ ഒരു ഇത് മാറി തലയിലൊരു തണുപ്പും നിങ്ങൾക്ക് നല്ല ഒരു ബുദ്ധിയും ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് റീഡിങ്ങിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.